അപ്പോൾ ഒന്നിനും കഴിവില്ലാത്ത ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് മിണ്ടാതിരിക്കുക നിങ്ങൾ. ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ തംബ്നെയിൽ കണ്ടല്ലോ, ഇതുപോലെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. കാരണം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഈ ടോണി അച്ചായൻ. അതായത് കോട്ടയംകാർക്ക് നേരിട്ട് തന്നെ അറിയാം. ഡെയിലി ഒരു 50-ൽ കൂടുതൽ ആൾക്കാർക്ക് ഉച്ചഭക്ഷണവും സൗജന്യമായിട്ടുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും കൊടുക്കുന്നുണ്ട് ഈ ടോണി അച്ചായൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെയാണ് കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ വീഡിയോ ചെയ്യുന്ന സായി കൃഷ്ണ എടുത്തിട്ട് ട്രോൾ ചെയ്ത്. സായി പറയുന്നത് ഈ അച്ചായൻ ഭയങ്കര നന്മമരമാണെന്നാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് അതിൽ കൂടെ കാറും മേടിച്ച് വലിയ ആഡംബര ജീവിതം നയിച്ച് നന്മമരം കളിക്കുന്ന വെറും ഒരു ഫ്രോഡാണെന്നാണ് ഈ സായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഈ അച്ചായൻ ഇത്രയൊക്കെ ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മറ്റുള്ളവരെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ടോണി അച്ചായന് കുറച്ച് ഷോയും ഫാൻസും ഒക്കെ ആകാം. ഈ സായി കൃഷ്ണയുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ട്. അതും അച്ചായനെതിരാണ് ഈ കമന്റുകൾ മുഴുവൻ വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ അച്ചായനെ ട്രോളുന്നത്? നിങ്ങൾ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യാത്ത കുറച്ച് ആൾക്കാരാണ് വീടിന്റെ 4 മൂലയിൽ ഇരുന്ന് ഓരോരോ കമന്റുകൾ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സായി കൃഷ്ണ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയല്ലോ. ഈ ബിഗ് ബോസിന്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ സായി കൃഷ്ണയ്ക്ക് മാസം 6, 7, 8 ലക്ഷം രൂപയൊക്കെ വരുമാനം ഉണ്ടായിരുന്നത്. ഈ സായി ഇതിന്റെ എത്രയെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം പൈസ എടുത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇയാൾ ഈ വലിയ കാറും മേടിച്ച് കാറിന്റെ അകത്തിരുന്ന് സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളെ കുറിച്ച് വലിയ റിയാക്ഷനും കളിയാക്കലും വീഡിയോ ഒക്കെ ഇടുന്നല്ലേ ഉള്ളൂ. അതല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റുള്ളവരെ സഹായിക്കുന്ന ആൾക്കാർ സഹായം ചെയ്തോട്ടെ, നിങ്ങളോ സഹായിക്കുന്നില്ല, അവരെ കൊണ്ട് സഹായം ചെയ്യാനും സമ്മതിക്കുന്നില്ല. ഇത് എവിടുത്തെ ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അങ്ങ് നോക്കിയാൽ പോരാ, സഹായം ചെയ്യുന്ന ആൾക്കാരങ്ങ് ചെയ്തോട്ടെ. ഇത് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഈ വീഡിയോക്കകത്ത് വരുന്ന കുറച്ച് പാവപ്പെട്ടവർ അല്ലെങ്കിൽ സഹായം കിട്ടുന്നവര്, ഇവർക്കില്ലാത്ത കുഴപ്പമാണ് നിങ്ങൾക്ക്. എനിക്കറിയില്ല ഇത് എന്ത് കുഴപ്പമാണ്. നിങ്ങൾ വെറും വീഡിയോ റീച്ച് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ മറ്റുള്ള വീഡിയോകൾ എടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി അച്ചായൻ യൂട്യൂബിൽ കൂടെ ഈ പാവപ്പെട്ടവരുടെ വീഡിയോ ഒക്കെ പകർത്തിയിട്ട് ഇതിലൂടെ പൈസ മേടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കരുതാം. പക്ഷേ ഒരു കാര്യമില്ല. ഈ ടോണി അച്ചായൻ അങ്ങനെയൊന്ന് ചിന്തിക്കണ്ടേ, അങ്ങനെ വീഡിയോ എടുക്കണ്ടേ എന്നും ഒരു കാര്യമില്ല. ഇയാൾക്ക് വേണമെങ്കിൽ ഇയാളുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് യൂട്യൂബിൽ കാണിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം വരും. മാത്രമല്ല പുള്ളിക്ക് ഏകദേശം ഒരു 19 കടയുണ്ട് കേരളത്തിലുടനീളം. ഇതിൻ്റെ അകത്ത് ആകെ കുറച്ച് 8, 10 കടകൾ മാത്രമേ ലാഭത്തിലുള്ളൂ. മറിച്ച് ഈ ഫണ്ട് മുഴുവൻ റോൾ ചെയ്യുന്നത് വെളിയിൽ നിന്നാണ്. ദുബായിൽ കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്, കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്. ദുബായിലാണ് ആളുടെ മെയിൻ പരിപാടി. അങ്ങനെയാണ് ആൾ ഇവിടെ ലക്ഷറി കാറുകളും ലക്ഷറി വീടും എല്ലാം മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം പൈസ എടുത്ത് ചാരിറ്റി ചെയ്യുന്നു. അപ്പൊ ചെറിയൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി കുറച്ച് വീഡിയോകൾ ചെയ്യുന്നു. ഈ വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നു, ഇന്ന സഹായങ്ങൾ വേണ്ട ആൾക്കാർ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട്, അപ്പൊ ഇവരെയൊക്കെ ഒന്ന് പോയി സഹായിക്കുക എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് ഈ വിവരങ്ങളെല്ലാം ലഭിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് പക്ക ഷോ ഓഫ് ഒന്നും അല്ല. ഇത്രയും സഹായം ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിക്കാന്നാണ് കേരളത്തിലെ ഓരോ ജനതകളുടെ അഭിപ്രായം. അപ്പൊ എനിക്ക് ഈ സായിയോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഇന്നേ വരെ ചെയ്തു വന്ന വീഡിയോ എല്ലാം വലിയ കുഴപ്പമില്ലാതെ റീച്ചൊക്കെ ആയി കയറി പോയിട്ടുണ്ട്. പക്ഷേ അച്ചായനെ കുറിച്ച് ചെയ്ത ഈ വീഡിയോയും റീച്ച് കയറുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഇത്രയും പൈസയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഭാഗം ആൾക്കാർക്കെടുത്ത് സഹായം കൊടുക്കുക. നിങ്ങളുടെ ഈ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളുടെ ഈ കമന്റ്സ് ഒക്കെ കണ്ട് ഈ അച്ചായൻ ഈ പരിപാടി അങ്ങ് നിർത്തുമെന്ന് വെച്ചാൽ, ഈ ചാരിറ്റി അങ്ങ് നിർത്തുവാണെങ്കിൽ ഈ സായി എന്ന പേരുള്ള സീക്രട്ട് ഏജന്റ് ഈ പരിപാടി ചെയ്യുമോ? ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ചെയ്യാനാകുമോ? ഇത്രയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനാകുമോ? ഇല്ല സായി, നിങ്ങൾക്കൊന്നും ഇത്രയും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ കാറിൻ്റെ അകത്ത് കിടന്ന് കുറച്ച് വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഒന്നിനും കഴിവില്ലാത്ത ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് മിണ്ടാതിരിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റുള്ള പ്രവർത്തികളങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അച്ചായനൊന്നും ട്രോളാൻ ഇങ്ങോട്ട് വരണ്ട, അത് നമ്മളൊന്നും സമ്മതിക്കില്ല.